ഈ നമ്മുടെ ക്ലൈമറ്റ് അതുപോലെ ടെമ്പറേച്ചർ ഇതിലൊക്കെ വരുന്ന വേരിയേഷൻ ഈ ഇത്തരം ഡിസീസുകളുടെ പെട്ടെന്നുള്ളൊരു വർധനവിന് കാരണമാവുന്നുണ്ടോ? അമീബ എവിടെ സർവൈവ് ചെയ്യുന്നു, അമീബയ്ക്ക് സർവൈവ് ചെയ്യാനുള്ള കണ്ടീഷൻസിൽ ഇഫ് ദാറ്റ് ക്ലൈമറ്റ് പ്രൊഡ്യൂസസ് this thing that it can survive in this particular environment, പ്രത്യേകിച്ച് മോയ്സ്ചർ കൂടുതലുള്ള എൻവയറമെൻറ്റ്, ഹ്യൂമിഡിറ്റി കൂടുതലുള്ള എൻവയറമെൻറ്റിൽ, then certainly the amoeba can replicate. അപ്പോൾ ഇങ്ങനെ അമീബ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു അമീബ 2 അമീബയാവും, 2 അമീബ 4, 4 8. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ലോഗറിതമിക് എക്സ്പാൻഷൻ. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് വരുന്നത് ഒരു അമീബ മാത്രമല്ല ഒരു അസുഖം ഉണ്ടാക്കുന്നത്. മനസ്സിലായി. ഇതിൻ്റെ ഒരു ഏർലി സിംറ്റംസ് എങ്ങനെയായിരിക്കും? പലരും മേ ബി മെനിഞ്ചൈറ്റിസ് ആണെന്ന് കരുതി തെറ്റിദ്ധരിക്കപ്പെടാമല്ലോ. അപ്പോൾ ഏർലി സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? മെനിഞ്ചൈറ്റിസിൻ്റെ എല്ലാ സിംറ്റംസും ഒരേപോലെയാണ്. വെദർ ഇറ്റ് ഇസ് വൈറൽ മെനിഞ്ചൈറ്റിസ്, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഫംഗൽ, അമീബിക്. തലവേദന, ഛർദി, പനി, ഇത് മൂന്നുമാണ് സാധാരണഗതിയിൽ നമുക്ക് മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇത് പക്ഷേ ഏതൊരു വൈറൽ ഫീവറും ഏതൊരു പനിയുടെ കൂടെയും നമുക്ക് കാണാറുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ ചിലപ്പോൾ തലവേദന മാറാതെ നിൽക്കും. അപ്പോൾ സാധാരണ പനിയുടെ കൂടെയുള്ള തലവേദന 1-2 ദിവസത്തിൽ മാറാറുണ്ട്, അല്ലെങ്കിൽ പനി ചിലപ്പോൾ 1-2 ദിവസത്തിൽ വൈറൽ പനി മാറാറുണ്ട്. അതിൻ്റെ കൂടെ മെനിഞ്ചൈറ്റിസിൻ്റെ ഭാഗമായിട്ട് ഛർദി കൂടുതലായിട്ട് വരിക, ഛർദി മാറാതെ നിൽക്കുക, രാത്രി ഉറക്കത്തിൽ നിന്ന് വേദനയായിട്ട് എഴുന്നേൽക്കുക. കാരണം അത് തലച്ചോറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്നു എന്നാണ് നമ്മൾ അതിനെക്കൊണ്ട് മനസ്സിലാക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ബിഹേവിയറൽ ചേഞ്ചസ്, കാരണം ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ സ്വഭാവ വ്യത്യാസങ്ങൾ, ഫിറ്റ്സ് വരിക, പിന്നെ പിച്ചുമ്പയും പറയുക, ഡെലീറിയം പോവുക, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട്. ഏറ്റവും ഒരു പെയിൻഫുൾ കൈൻഡ് ഓഫ് ഒരു ഫീവർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ? ഫീവറിൻ്റെ കൂടെ, ഫീവർ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റില്ല, ഫീവറിൻ്റെ കൂടെ തലവേദന, ഛർദി, ബിഹേവിയറൽ ചേഞ്ചസ്, സീഷസ് എല്ലാം കൂടി ഒരു കോൺസ്റ്റലേഷൻ ആയിട്ടാണ് നമ്മൾ ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു സിൻഡ്രോമിക് ആക്കുന്നത്. ഇതിന് മുമ്പ് ഈ സീഷേഴ്സ് വന്നിട്ടുള്ള ആളുകൾക്കായിരിക്കും അങ്ങനെ വരുന്നത്, അതോ എല്ലാവർക്കും ഈ സെയിം സിംറ്റംസ് ആയിരിക്കും? സീഷേഴ്സ് വരുന്ന ആൾക്കാർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. സീഷേഴ്സ് വേറൊരു കാറ്റഗറി ഓഫ് ഡിസീസാണ്. പക്ഷേ ഹെഡ് ഇഞ്ചറി ഉണ്ട്. ഹെഡ് ഇഞ്ചറിയിൽ നമുക്ക് മൂക്കിൻ്റെ ഭാഗത്തു നിന്ന് വെള്ളം വരുന്ന CSF റൈനോറിയ എന്ന് പറയുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യതകളും അതേപോലെ ഇതേപോലത്തെ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതകളും ഉണ്ട്, പ്രോബബിലിറ്റി കൂടുതൽ. മനസ്സിലായി. നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഇപ്പോൾ അത് ഈസിലി ഡയഗ്നോസിബിൾ ആണോ ശരിക്കും പറഞ്ഞാൽ? നമ്മൾ മെനിഞ്ചൈറ്റിസ് വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത്, ആദ്യം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. CT സ്കാനിങ്ങോ അല്ലെങ്കിൽ MRI സ്കാനിങ്ങോ അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് സ്കാനിങ്ങോ ചെയ്യും. എന്നാലേ നമുക്ക് മെനിഞ്ചൈറ്റിസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് പറയുന്നത് CSF ആണ്. അപ്പോൾ CSF നമ്മൾ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ലംബാർ പങ്ക്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് അത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി അതിൽ സെൽസ് ഉണ്ടോ, ഇൻഫ്ലമേഷൻ ഉണ്ടോ, ന്യൂട്രോഫിൽസ് ഉണ്ടോ, ലിംഫോസൈറ്റ്സ് ഉണ്ടോ, അമീബയുണ്ടോ, വേംസ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റുന്നു. ബാക്ടീരിയ ഉണ്ടോ, കൾച്ചർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അമീബയെ കാണുകയാണ് അല്ലെങ്കിൽ ബാക്ടീരിയയെ കാണുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് ഹി ഹാസ് എ മെനിഞ്ചൈറ്റിസ് ബൈ ദിസ് ഓർഗാനിസം. മനസ്സിലായി. ഇത് ഇപ്പോൾ നമ്മൾ ഒരു കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കുളിക്കുകയോ സ്വിം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ കേസ് നമുക്കിത് നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഒരു അമീബ പ്രവേശിക്കുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും നമുക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 7 to 14 days ആണ് സാധാരണഗതിയിൽ ഏതൊരു അസുഖം വരുമ്പോഴും നമുക്കൊരു. അപ്പോൾ ഒരു 7 to 14 days നമുക്ക് സിംറ്റംസ് വന്ന് തുടങ്ങാം. പനി, ജലദോഷം, തലവേദന, ഛർദി, ടോക്സിക് ഫീച്ചേഴ്സ്, അതെല്ലാം വരുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. പിന്നെ നമ്മൾ അത് സിംറ്റംസ് ആണ്. ഞങ്ങൾ സയൻസ് ആയിട്ട് നോക്കുന്നത് നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും. അതായത് കഴുത്ത് നമുക്ക് തിരിക്കാൻ പറ്റാകുകയോ കഴുത്ത് മടക്കാൻ ബുദ്ധിമുട്ടുകയോ അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ നെക്ക് സ്റ്റിഫ്നെസ്, അതൊരു മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു എന്താ പറയുക സൈനാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അപ്പോൾ തന്നെ CSF ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ മെനിഞ്ചൈറ്റിസ് വരുമ്പോൾ പലരും പനിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ടോ? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസിസ് ആണ്. അതൊരു അസുഖത്തിൻ്റെ ഡയഗ്നോസിസ്. പനി എന്ന് പറയുന്ന ഒരു സിംറ്റമാണ്. അപ്പോൾ ഒരു പനി പല കാരണങ്ങൾ കൊണ്ട് വരാം. ഫോർ എക്സാമ്പിൾ ടൈഫോയിഡ് ഫീവറിനും പനി വരാം, വൈറൽ ഫീവറിനും പനി വരാം. അപ്പോൾ ഏതൊരു പനിയും മെനിഞ്ചൈറ്റിസ് ആയിക്കൊള്ളണം എന്നില്ല.
മെനിഞ്ചൈറ്റിസ് എന്ന് പറയണമെങ്കിൽ മെനിഞ്ചസിന് ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് സിംറ്റംസ് സ്റ്റാർട്ടായി, എത്ര ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? കുറച്ച് സ്പീഡായിട്ടാണ് അമീബ റിപ്ലിക്കേറ്റ് ചെയ്യുന്നതും സിംറ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും അതിൻ്റെ ഡിറ്റ്യൂറേഷൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ മെനിഞ്ചൈറ്റിസ് വരുന്ന സമയത്ത് അത് മോശമാവുകയും ചെയ്യുക, തലയുടെ പ്രഷർ കൂടുക, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുക, റെസ്പിറേഷൻ്റെ പ്രോബ്ലം വരിക, വെന്റിലേറ്ററിലേക്ക് ഇടേണ്ടി വരിക, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം അത് ഓരോരുത്തരുടെയും ഇതനുസരിച്ചായിരിക്കും. ഇപ്പം ചിലപ്പോൾ ചില ആൾക്കാർ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിരിക്കും, പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർക്ക് അത് കൂടുതൽ പെട്ടെന്ന് വരും. ഈ ഒരു പാനിക് സിറ്റുവേഷൻ പെട്ടെന്ന് ആളുകളിൽ ക്രിയേറ്റ് ആവുമല്ലോ, അതായത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഇത് അത്യാവശ്യം റെയർ ആണെന്നറിയാം, സർവൈവിങ് റേറ്റ് കുറവാണെന്നറിയാം. അപ്പോൾ ഈ ഒരു പേടി കൂടുന്നതും നമ്മുടെ ശരീരത്തിന് ഇത് മോശമായിട്ട് വേഗം എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? പേടി കൂടുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വലിയ കാര്യമായിട്ട് ബാധിക്കില്ല, പക്ഷെ നമ്മളൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കും. അതല്ലാതെ വേറൊരു പേടി കൊണ്ട് മാത്രം കൂടുതൽ നമ്മൾ പേടിക്കുക, അവെയർ ആവുക എന്നുള്ളതാണ് കൂടുതൽ ആവശ്യം. പേടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വി ഷുഡ് ബി അവെയർ ആകണം. ഈ സർവൈവിങ് റേറ്റ് കുറവാണ് നമ്മൾ പറയുമ്പോഴും ഏതെങ്കിലും കേസസ് ഉണ്ടോ സർവൈവ്? ഐ തിങ്ക് ഇപ്പോൾ റീസെൻറ്റ് റിപ്പോർട്ട്സിൽ 1-2 കേസസ് സർവൈവ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഇതിപ്പം സർവൈവ് ചെയ്താലും നമുക്ക് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് സർവൈവ് ചെയ്ത ബാക്ടീരിയ അല്ലെങ്കിൽ അമീബിയെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ഡാമേജസ് ഒന്നും ബ്രെയിനിന് സംഭവിച്ചിട്ടില്ല എങ്കിൽ ദാറ്റ് മീൻസ് ദ പേഷ്യൻ്റ് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഓക്കെ. പെർമനന്റ് ഡാമേജസ് വരുമ്പോഴാണ് സാധാരണഗതിയിൽ മെനിഞ്ചസിന് പെർമനന്റ് ഡാമേജസ് വരുന്നത്. അത് അതൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്, അത് യൂഷ്വലി റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ബ്രെയിനിന് പെർമനന്റ് ഡാമേജസ് വരുമ്പോൾ ബ്രെയിനിൻ്റെ സിംറ്റംസിന് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫങ്ഷൻസിനെയും ഇപ്പോൾ ഭാഷയുടെ ഭാഗത്താണ് നിൽക്കുക, അപ്പോൾ ചിലപ്പോൾ ഭാഷയ്ക്ക് പ്രോബ്ലം വരാം, ബിഹേവിയറിൻ്റെ പ്രോബ്ലം, അങ്ങനെ പല സിംറ്റംസും. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ബ്രെയിൻ ഈറ്റിംഗ് ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ആണല്ലേ ഈ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് യൂഷ്വലി ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗത്താണ് ഫ്രോണ്ടൽ മെനിഞ്ചൈറ്റിസ് ആണ് സാധാരണ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, അവിടെയാണ് സാധാരണ. അപ്പോൾ അവിടെ ഇൻ്റലിജൻസ്, ജഡ്ജ്മെൻറ്റ്, ടാക്ട്, ബിഹേവിയർ, പിന്നെ ഫിറ്റ്സ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട്. മനസ്സിലായി. ഇപ്പോൾ കറൻ്റ്ലി ഇതിനിപ്പോൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഉണ്ട്, ആൻറ്റി എമീബ നമുക്ക് ഉണ്ട്. പക്ഷേ ഈ ടിപ്പിക്കൽ എന്താ പറയുക അമീബയ്ക്ക് ഒരു ആൻറ്റി എമീബ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി വെരി അൺകോമൺ. അത് അത്രയ്ക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതല്ല. പിന്നെ റെയറായിട്ട് നമുക്ക് ചില മരുന്നുകൾ ഉണ്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ യൂഷ്വലി അങ്ങനെ ഒരു ഫിക്സഡ് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ ഇത്തരം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമുക്ക് ഉള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കും. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഫിറ്റ്സിനെ കൺട്രോൾ ചെയ്യുക, തലച്ചോറിൻ്റെ പ്രഷറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, തലച്ചോറിൻ്റെ പ്രഷർ കുറയ്ക്കുക, ആൻറ്റി എമീബ മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക, ഇതൊക്കെയാണ്. എഡീമ കുറയ്ക്കുക, അതായത് നീർക്കെട്ട് കുറയ്ക്കുക, ഇതെല്ലാം നമ്മൾ.